അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ നമ്മുടെ SSLC എക്സാമിൽ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ. അത് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ SCERT എന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നാലും അതിനുശേഷം നമ്മൾ പിന്നീടും കണ്ടതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: ബോളിൻ ഇൻഡസ്ട്രീസ് മേക്ക് എക്കോ ഫ്രണ്ട്ലി ഡിസ്പോസിബിൾ പ്രൊഡക്റ്റ്. അല്ലെ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്കൊക്കെ പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട് അല്ലെ, ഡിസ്പോസിബിൾ പ്ലേറ്റ്സ് ഒക്കെ വാങ്ങാറുണ്ട്. പക്ഷെ അത് എക്കോ ഫ്രണ്ട്ലി ആണോ? അല്ല. അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങൾ എന്താക്കാറുണ്ട്, ഇദ്ദേഹം വിൽക്കാറുണ്ട്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്യാച്ചി സെന്റൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ എക്സാമിന് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണ് തന്നിട്ടുള്ളതിൽ എങ്ങനെ ചെയ്യാം, അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്യാൻ പോണേ. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, എന്താണ് ആഡ് ജിങ്കിൾ? അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഭയങ്കര ക്യാച്ചി ഫ്രേസോ അല്ലെങ്കിൽ സോങ്ങോ എന്തിനു വേണ്ടിയിട്ടോ, ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസോ ബ്രാൻഡോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് അല്ലേ. റെഡ് ബുഡ് ഗിവ്സ് യു വിങ്സ് എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ചില പാട്ടുകളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പരസ്യത്തിന്റെ പാട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മ അടുത്തുവാ, മറ്റേ കോൾഗേറ്റിന്റെ പരസ്യം അല്ലേ. അതുപോലെ ഓരോന്നിനും ഓരോ പരസ്യത്തിന് പാട്ടായിരിക്കും, അതുപോലെ തന്നെ ഫ്രേസ് ആയിരിക്കും. നമ്മൾ അത് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നോക്കുകയാണ്. അത് ഭയങ്കര ഷോർട്ടായിട്ടും ക്യാച്ചി ആയിട്ടും ചെയ്യുക, ഭയങ്കര ഷോർട്ടാക്കി ചെയ്യുക, ഭയങ്കര ആൾക്കാരുടെ പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാക്കുക. അതുപോലെ തന്നെ യൂസ് സിമ്പിൾ വേർഡ്സ് ആൻഡ് റൈം. ചില റൈമുകളൊക്കെ നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റും, ചില കവിതകളും. അതുപോലെ തന്നെ സിമ്പിൾ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് അല്ലേ. നമ്മൾ നേരത്തെ പാട്ടൊക്കെ പാടി ഓക്കെ. ഏതായാലും റിപ്പീറ്റ് ദ പ്രൊഡക്റ്റ് നെയിം ഇഫ് പോസിബിൾ. പറ്റാണെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ പേര് ആ ഒരു ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ. ഈറ്റ് 5 സ്റ്റാർ ഡു നത്തിങ് അല്ലേ, അതിൽ തന്നെ ആ 5 സ്റ്റാർ എന്നുള്ള വേർഡ് ഉണ്ട്. ഓക്കെ. ഏതായാലും ഫോക്കസ് ഓൺ ദ പ്രൊഡക്ട്സ് ബെനിഫിറ്റ്, അതിന്റെ ബെനിഫിറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സംഭവമായിരിക്കും അല്ലേ. ഡയറി മിൽക്കിന്റെ ഒക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. അതുപോലെ നമ്മൾ ഒരു എക്സ്ട്രാ കാര്യം ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ആൻസർ ചെയ്ത് നോക്കിയാലോ, ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും കൂടി നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അതാ ഇങ്ങനെ നോക്കിയതാ, serve with care, ball and plates love the earth. അതുപോലെ തന്നെ nature's touch on every plate, ball and makes it great. കണ്ടോ ആ ഒരു റൈം വന്നുണ്ടോ, പ്ലേറ്റ് ഗ്രേറ്റ്. ഓക്കെ. ഗോ ഗ്രീൻ ഗോ ബോളൻ ഗോ സൗണ്ട്. ഓക്കെ. ബിക്കോസ് ദ എർത്ത് മാറ്റേഴ്സ്, ഫ്രം ലീവ്സ് ടു ലൈഫ്. ആ ഒരു റൈം സ്കീമൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. എക്കോ ഫ്രണ്ട്ലി, എർത്ത് ഹാപ്പി, ദാറ്റ്സ് എ ബോൾ ആൻഡ് വേ. ഇങ്ങനെ കുറേ സാധനം കൊടുക്കാൻ പറ്റും. നമ്മൾ സപ്പോസ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ചോക്ലേറ്റിനെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അഡ്വർടൈസ്മെന്റ് ജിങ്കിൾ ഉണ്ടാക്കും. സപ്പോസ് ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് ബൈറ്റ് ചോക്ലേറ്റ്, സ്വീറ്റ് ആൻഡ് ടേസ്റ്റി എവറി ബൈറ്റ്, മെൽറ്റ് ഇറ്റ് ഇൻ യുവർ മൗത്ത്, മേക്സ് യു സ്മൈൽ. ഓക്കെ. എൻജോയ് ദ ഫ്ലേവർ ഫോർ എ വൈൽ. അതുപോലെ തന്നെ ഫ്രഷ് ബൈറ്റ് ചോക്ലേറ്റ്, ടേസ്റ്റ് ദ ഹാപ്പിനെസ്. അങ്ങനെ കുറേ സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ ക്യാച്ച് ആയിരിക്കുക, ഷോർട്ട് ആയിരിക്കുക എന്നുള്ള സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഏത് പ്രൊഡക്റ്റ് ആയിരിക്കാം നമുക്ക് ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്? ചിലപ്പം നമ്മുടെ ഫിനിക്സ് റൈസസിലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ എന്താക്കാം അല്ലേ, നാപ്കിൻ പാഡ് ചിലപ്പോൾ എന്താക്കാം ചോദിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമുക്കൊരു ലൈവ് ഉണ്ട്, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും സെറ്റാക്കുന്നത്. സോ മിസ് ചെയ്യരുത്. NFK ഉണ്ടായിരിക്കും, സെറ്റാക്കാം, പവറാക്കാം, പവർഫുൾ ആക്കാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.